തലേ ദിവസം മാവ് അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. അത് പൊന്തോന്ന് 90% എൻ്റെ ഇതുവരെ പൊന്താതിരുന്നിട്ടില്ല. അപ്പം ഇന്ന് ദോശയും കിഴങ്ങറിയാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് മാത്രമായിട്ട് ഇതേ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് ഇഡ്ഡലി, ഞങ്ങൾക്ക് ദോശയാണ് കേട്ടോ ഇപ്പം ഇഷ്ടം. അങ്ങനെ എന്ത് ചെയ്തു, ദേ ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തുമ്പി എണീറ്റ് തുമ്പിനായിട്ട് കുറച്ച് നേരം കളിച്ചതിന് ശേഷം ദേ കിഴങ്ങ് വളർത്താനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് മീൻ വറുക്കാനിട്ടിട്ടുണ്ട്, ഇന്നലത്തെ മീൻ കറി ചൂടാക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ മുളകൊക്കെ ഉണക്കമുളകിലൊക്കെ മൊരിച്ചതിന് ശേഷം കിഴങ്ങ് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ കിഴങ്ങ് റെഡിയായി. വളരെ സിമ്പിളാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്നൊന്നായിട്ടൊന്ന് കഴുകി വെച്ചു, സ്ലാബൊക്കെ തുടച്ചു വെച്ചു. ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടുപിടിച്ചൊരു സംഭവമാണ് കേട്ടോ, നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ് ആവണേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളൊരു പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോറും പാത്രം കൊണ്ടുപോകാനായിട്ട്. നല്ല യൂസ്ഫുൾ ബാഗാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറും പാത്രമൊക്കെ എടുത്ത് വെച്ചു. ദോശയും കിഴങ്ങറിയും കൂട്ടി തിന്നാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഞാൻ അത് കടയിൽ നിന്ന് മാത്രമേ ഇങ്ങനത്തെ കോമ്പിനേഷൻ കഴിച്ചിട്ടുള്ളൂ. വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കഴിച്ചു. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും